Hi guys, welcome to my video. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ടൂറ് പോകണതാ ഹോസ്പിറ്റലിലേക്ക്. പനി കൂടിയപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു കേട്ടോ. വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാറുണ്ട്. അപ്പൻ്റെ പനിയാ പോയിട്ടോ. കഫക്കെട്ടുള്ളതുകൊണ്ട് തന്നെ അഡ്മിറ്റ് ആവാന്ന് വിചാരിച്ചു. ചെന്ന പാടെ അവരെന്നെ പനി നോക്കിയിട്ടാ. അപ്പോൾ ജീവിയിലൊക്കെ വെച്ചിട്ടാ പനി നോക്കണേ. അച്ഛൻ റൂമ് ബുക്ക് ചെയ്യാൻ പോയ നേരം കൊണ്ട് നഴ്സുമാരെല്ലാം കൂടിയിട്ട് കർട്ടൻ്റെ ഉള്ളിലിട്ടിട്ടാട്ട എന്നെ ഇഞ്ചക്ഷൻ കുത്തിയ. എന്തിനാണോ അവരങ്ങനെ ചെയ്തത്? പിന്നെ നേരെ ആ സിസ്റ്റർ എന്നെയും കുട്ടി റൂമിലേക്ക് പോയി. ഇതാണ് എൻ്റെ റൂമ്. കണ്ടോ ആ കയ്യിൽ കെട്ടി വെച്ചേക്കണത്? അതവർ ഇഞ്ചക്ഷൻ കുത്തിയ TV ഒക്കെ ഉള്ള ഒരു റൂമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കാർട്ടൂൺസ് ഒന്നും മിസ്സാവില്ല. നീ കുറച്ച് ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ ആക്കൂട്ടാ. രാവിലെ തിരത്തി പിടിച്ച് പോകുന്നോണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് അച്ഛൻ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നു. ആ കഴിച്ച പാട് ഞാൻ ഉറങ്ങിപ്പോയിട്ടാ. കിട്ടിയപ്പോഴേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വേഗം തന്നെ മേലപ്പം തുടക്കി വെച്ചു കേട്ടാ. എന്നിട്ട് ഞാൻ അച്ഛനും കൂടിയിട്ട് എൻ്റെ വീഡിയോസ് എന്ന് കാണുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അച്ഛൻ അഭിപ്രായം പറയൂ കേട്ടാ. ഇങ്ങനെ ചെയ്താൽ ശരിയായില്ല, ഇങ്ങനെ ചെയ്യാമെന്നു എന്നൊക്കെ പറയും. നല്ല ചമ്മയുണ്ടട്ടോ എനിക്ക്. പിന്നെ കുറച്ച് അച്ഛൻ്റെ കൂടെ കളിയായിരുന്നു. ഓഫീസ് വിട്ട അച്ഛനെ ഇങ്ങനെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പം ഞാനും ഹാപ്പി, അച്ഛനും ഹാപ്പി. എന്നിട്ട് ആദ്യത്തെ മരുന്ന് കയ്യിൽ കയറ്റിയിട്ടാ. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വേനയുണ്ടെന്ന്. ആരും കേട്ടില്ല. ഞാൻ കുഞ്ഞല്ലേ, എന്താണെന്നറിയില്ല. എൻ്റെ ബലത്തെ കയ്യിൽ അവർ കുത്തിയപ്പോൾ തൊട്ട് എനിക്ക് കൈ വേനയുണ്ടിട്ട നല്ലോണം. ഞാൻ അവരോട് കുറേ പറഞ്ഞു എനിക്ക് വേനയുണ്ടെന്ന്. അപ്പം അവർ പറഞ്ഞു സാരില്ല പൊക്കോളൂന്ന്. കുറേ നേരമായിട്ട് അത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവത്തെ കൈ വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റണ്ടയോ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ ഹോസ്പിറ്റൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.